അല്ല, എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ചിലപ്പോൾ അവർ ഉദ്യോഗസ്ഥരാരെങ്കിലും നമ്മൾ തർച്ചിട്ടുണ്ടാവാം. ഔദ്യോഗികമായൊരു ഭാരതാംബ ഇല്ല എന്നുള്ളതായിരുന്നല്ലോ ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോഴും അവർ അത് പറയുന്നില്ലല്ലോ. ഔദ്യോഗികമായ ഒരു ഭാരതാംബ ഇന്ത്യക്കുണ്ടോ? ആ ചോദ്യത്തിന് ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തേ മറുപടി പറയാതിരിക്കുന്നത്? രണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഒരു കോംപ്രമൈസ് വരുന്നത്? ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കമാണ്. ഞാൻ ഇത്രയും കൂടി ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പറഞ്ഞൊരു ചർച്ചയ്ക്ക് എന്തിനാണ് പോകുന്നത്? ഔദ്യോഗികമായ ഭാരതാംബ ഉണ്ട് എങ്കിൽ ഞങ്ങൾ ആ കൊടി മാറ്റിയിട്ട് ഈ കൊടി വെക്കാം എന്നൊക്കെ പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അതിൽ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച ഒരു വാദഗതിയുടെ പൊള്ളത്തരം അദ്ദേഹത്തിന്റെ ലേഖനം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. എവിടെയാണ് ചർച്ച നടത്തേണ്ടത്? ഞാനുമായിട്ടാണോ ചർച്ച നടത്തുന്നത്? അപ്പൊ എന്നെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായൊരു ഭാരതാംബ ഇല്ലെന്നിരിക്കെ ഒരു കലാകാരൻ സൃഷ്ടിച്ചായിരിക്കുമല്ലോ അത്. അപ്പോൾ ആ തരത്തിൽ അതിന്റെ പേരിൽ ചർച്ച സംഘടിപ്പിക്കുക, ഞങ്ങൾ ഇത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഒരു ശാഠ്യവും പിടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരു ഭാരതാംബയുടെ ചിത്രം ഇന്ത്യക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ രാജ്ഭവൻ എന്തിനാണ് അനാവശ്യമായ ഒരു ശാഠ്യം പിടിച്ച് ഒരു വിവാദമുണ്ടാക്കി പരിസ്ഥിതി സംരക്ഷണം പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ആ സുഹൃത്ത് മറുപടി പറയേണ്ടത്. അല്ല, അത് അവർക്ക് അവരുടെ പേഴ്സണൽ പരിപാടിക്കല്ല അവർക്കാവാം. അതും നമ്മുടെ രാജ്ഭവനിൽ വികൃതമാക്കപ്പെടുന്ന ഒരു നമ്മുടെ ഒരു ഭൂപടം വെക്കണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മുടെ ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടം എങ്ങനെയാണ് രാജ്ഭവൻ പോലെ ഏറ്റവും പ്രമുഖമായൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ വെക്കുക? ഇതാണ് ഭാരതം എന്ന് പറയുക. ഭാരതാംബയുടെ പിന്നിൽ വരുന്ന ഭൂപടം ഭാരതത്തിന്റെ ഭൂപടമല്ലേ? ആ ഭൂപടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ അല്ലാത്തൊരു ഭൂപടം വരിക? അതിനാണ് രാജ്ഭവൻ മറുപടി പറയേണ്ടത്. അത് മാറ്റിയിട്ട് ഇന്ത്യയുടെ ഭൂപടമാക്കാമെന്നത് ഔദാര്യം പോലെ പറയുകയാണ് അവർ. എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയാണോ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എഴുതേണ്ടതും പറയേണ്ടതും? ഔദാര്യമാണോ അങ്ങനെയെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ഇന്ത്യയുടെ ഭൂപടം വേണമെങ്കിൽ വെക്കാം എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചാണെന്ന്. എന്നോട് കാണിക്കേണ്ട ഔദാര്യമാണോ? ഇന്ത്യയോട് കാണിക്കേണ്ട ബഹുമാനമല്ലേ ഇവിടെ ഉയർന്നു വരേണ്ടത്? ഇപ്പൊ ഇന്ത്യയോട് ബഹുമാനം കാണിക്കാതിരിക്കുകയും പി പ്രസാദിനോട് വേണമെങ്കിൽ ഒരു ഔദാര്യം കാണിക്കാം, ദേശീയ പതാക ഞങ്ങൾ വെക്കാം എന്ന് പറഞ്ഞാൽ പി പ്രസാദിനോട് കാണിക്കേണ്ട ഔദാര്യമല്ല. ഇന്ത്യയുടെ ദേശീയ പതാക സ്ഥാപിക്കുക എന്നുള്ളത് ഇന്ത്യയോട് കാണിക്കേണ്ട ബഹുമാനമാണ്. പി പ്രസാദിനോട് കാണിക്കേണ്ട ഔദാര്യമായിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ കണക്കാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് എഴുതുക എന്ന് പറയുന്നത് എത്ര അപലപനീയമാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. ഇന്ത്യക്ക് വേണ്ടത് അത്തരം കാര്യങ്ങളല്ല. ഇന്ത്യക്ക് വേണ്ടത് ഇത്തരം നിലപാടുകളാണ്. അപ്പം നമുക്ക് വേണ്ടത് എൻ്റെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ കൃഷി വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായിട്ടോ ഞങ്ങൾ ചർച്ച നടത്തി ആ ചർച്ചയിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇന്ത്യൻ ഭൂപടത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്. ദേശീയ പതാകയുടെ കാര്യത്തിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകളല്ല വേണ്ടത്. വേണ്ടത് ശക്തമായ നിലപാടാണ്. കാരണം ഇന്ത്യയുടെ ഭൂപടത്തെയും ഇന്ത്യയുടെ പതാകയെയും മാറ്റുന്നിടത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറഞ്ഞ നിലപാട് എത്രമേൽ അപഹാസ്യമായിരുന്നു എന്നും എത്ര തെറ്റായ നിലപാടാണ് രാജ്ഭവൻ സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കുന്നു. അവർ തന്നെ പറയുന്നു. അവർ ആ ലേഖനം എഴുതി നന്നായി. കാരണം അവരുടെ നിലപാട് കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലായി. ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആദ്യം കാണിച്ചത് എന്ന് ബോധ്യപ്പെട്ടില്ലേ? നമ്മുടെ നാടിന് സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് രാജ്ഭവൻ അംഗീകരിക്കുകയാണ്. ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ലേഖനത്തിലൂടെ അംഗീകരിക്കുന്നു. സ്വീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്ന് സമ്മതിക്കുകയാണ്. ഇതിന്റെ പേരും പറഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് വന്നില്ല. ഞാൻ അവരോട് അടുത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരെ എല്ലാം വീട്ടിൽ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കുമായിരുന്നു. ഇന്ത്യ ഇതല്ല, നമ്മുടെ ഭൂപടം ഇതല്ല എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാൻ ഇല്ലാത്തൊരവസരത്തിലാണ് ആൾക്കാരും താമസമില്ലാത്ത അവിടേക്ക് അവർ വന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഒരു കാര്യം രാജ്ഭവൻ അംഗീകരിച്ചിരിക്കുന്നു, അവർ വെച്ച പടം ഇന്ത്യക്ക് യോജിക്കുന്നതല്ല എന്ന്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഒരു സമവായത്തിൽ നോക്കി എന്ന് പറഞ്ഞതല്ല. അതൊരു തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ വേണ്ടത് ഞാനുമായിട്ടുള്ള സമവായമോ എന്നെ ബോധ്യപ്പെടുത്തുകയല്ല, ഇന്ത്യക്ക് ബോധ്യപ്പെടാത്ത കാര്യം അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്.